എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച ഈ വീട് 4 വർഷം മുന്നേ പണി ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഞാനിത് കാണിക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഈ വീട് ഇത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. കാരണം പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് റീപെയിൻറ്റ് ചെയ്യാതായിട്ടുണ്ട്. ഈ വീട് ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ലുക്ക് ഇതേപോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു 3.5 കിലോമീറ്റർ കേട്ടോ ദൂരമുള്ളൂ ആകെ. ഈ റോഡിലൂടെ ഒരു 3.5 കിലോമീറ്റർ വന്നാൽ ഉള്ള വീടാണിത്. 7 സെൻറ്റ് സ്ഥലത്ത് 4 ബെഡ്റൂമുള്ള 2000 സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ. 4 ബെഡ്റൂമിൽ 2 അറ്റാച്ച്ഡ്, 2 കോമൺ ബെഡ്റൂമാണ്. ആകെ 4 വർഷം പഴക്കമുള്ളൂ കേട്ടോ ഈ വീട് പണി കഴിഞ്ഞിട്ട്. ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇട്ടിട്ട് കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ വീടിൻ്റെ ഫോട്ടോസ്, ആ ലുക്ക് വരും കേട്ടോ. അത് നല്ല എല്ലാ സൗകര്യം ചെയ്തൊരു വീടാണിത്. ഇത് ഇപ്പോൾ ഈ കാണുന്നത് പുറത്തേക്കൊരു എക്സ്ട്രാ അടുക്കള അവർ എടുത്തതാണ്. വെള്ള സൗകര്യത്തിന് നല്ല വറ്റാത്ത കിണറുണ്ട്, നല്ല വെള്ളമുള്ള കിണറാണ്. പിന്നെ പൈപ്പ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. കായ്ഫലമുള്ള 2-3-4 തെങ്ങുണ്ട്, പിന്നെ പ്ലാവുണ്ട്. അങ്ങനെ കായ്ഫലം കിട്ടുന്ന കുറച്ച് മരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇതാണ് കിണർ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ ശ്രദ്ധിക്കാതെ ഇട്ടിട്ട് കുറച്ച് ചെടികളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ വളർന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് പെയിൻറ്റിങ് കഴിഞ്ഞാൽ ഉഷാറായി. ഈ ഭാഗം ഇതിൻ്റെ കാർ ഷെഡാണ് കേട്ടോ. കാർ പോർച്ചാക്കിയിട്ട് വർക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ കുറച്ച് പ്ലാവുണ്ട്, കുറച്ച് വാഴകളൊക്കെ വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശത്തേക്ക് പോയാൽ ഇതാണ് കാഴ്ച. ബാക്ക് മതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ ഇസ്ലാമിക് സെൻട്രൽ സ്കൂള് സ്ഥിതി ചെയ്യുന്നുണ്ട്. B.Ed കോളേജ് ഇതിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ. ഇനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയ ഭാഗം തന്നെ നല്ല ഒരു വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുള്ള, ഗ്രാനൈറ്റും ടൈൽസും ചെയ്തിട്ടുള്ള നല്ലൊരു വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് കണ്ടില്ലേ, നല്ല തേക്കിൻ്റെ സൂപ്പറായിട്ട് വർക്ക് ചെയ്ത, ഡിസൈൻ വർക്ക് ചെയ്ത നല്ലൊരു ഡോറാട്ടോ. ഒന്ന് പോളിഷ് ചെയ്യാൻ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞാൽ സൂപ്പറാവും. സിറ്റ് ഔട്ടിൽ നിന്ന് ഹോളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോൾ തന്നെയാണ്. അവിടെ സോഫ സെറ്റി, മരത്തിൻ്റെ സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. TV കാണാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുട്ടികളൊക്കെ ചുമരിലൊക്കെ വരഞ്ഞിട്ട് കുറച്ച് അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്ക് കിട്ടും നമുക്ക് ഈ വീട്. അവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് ഹോളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹോളിൽ നിന്ന് ഒരു ഡൈനിങ് ഏരിയ, അവിടുന്ന് വലതു ഭാഗത്താണ് ഇതിൻ്റെ ബെഡ്റൂം ഒരെണ്ണം. അതിൽ ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാത്റൂം ഇല്ലാത്തൊരു ബെഡ്റൂമാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ ഹോളിലേക്ക് തന്നെ വീണ്ടും എത്തി. ഹോളിലാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ്. അവിടുന്ന് വീണ്ടും വലതു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഡ്രസ്സ് അലമാരയൊക്കെ നല്ല വലിപ്പത്തിൽ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല വലിപ്പമുള്ള ഡ്രസ്സ് അലമാരയാണ് കേട്ടോ. അതിലിഞ്ഞൊരു ഫാബ്രിക്കേഷൻ വർക്കും കൂടി ചെയ്ത് ഡോറ് വെച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും. ബെഡ്റൂമിൽ തന്നെ ഒരു സൈഡിലൂടെയാണ് ഇതിൻ്റെ ടോയ്ലറ്റിലേക്കുള്ള ബാത്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ്. നല്ല ഹെവി ക്ലോസറ്റൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ടൈൽസൊക്കെ ചെയ്ത് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയ കേട്ടോ. ഇതാണ് ഡ്രസ്സിങ് ഏരിയ. അവിടെയും ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണത്. താഴെ 2 ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ഉള്ളത് കേട്ടോ. ഒരു കോമൺ ബെഡ്റൂമാണുള്ളത്. അവിടുന്ന് നമ്മൾ വീണ്ടും ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ ഒരു ഭാഗം നല്ലൊരു സൗകര്യമുള്ള സ്ഥലം കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അയൺ ചെയ്യാനുള്ള സൗകര്യമോ പൂജാമുറിയോ നിസ്കാരമുറിയോ ഒക്കെ സെറ്റ് ചെയ്യാം. അവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂം. മൂന്നാമത്തെ ബെഡ്റൂമിൽ മരത്തിൻ്റെയൊക്കെ
ഡ്രസ്സ് അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കാരണം അത് പോളിഷൊക്കെ പോയി കിടക്കുകയാണ്. അതും അതിലുള്ള ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇതും നല്ല വലിപ്പമുള്ള റൂമാണ്. അപ്പോൾ താഴത്തെ ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂം ഉണ്ട്. 2 അറ്റാച്ച്ഡും ഒരെണ്ണം ബാത്റൂം ഇല്ലാത്ത ബെഡ്റൂം. ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ സ്റ്റെയർ കേസൊക്കെ നന്നായി ടൈൽസും ഗ്രാനൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൈവരി വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. അവിടുന്ന് മുകളിലേക്ക് കയറിയുള്ള കാഴ്ചയാണ് ഇതാ വലത് ഭാഗത്ത് 4ാമത്തെ ബെഡ്റൂം. അതിപ്പോൾ അവരൊന്നും ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ്. അതും അത്യാവശ്യം ഒരു അത്ര താഴത്തെ അത്ര വലുപ്പമില്ല, എന്നാലും നല്ലൊരു ബെഡ്റൂം തന്നെയാണ് അത്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള ഗോവണിയാണ്. അവിടെ ഗോവണിയുടെ ആ ഭാഗത്ത് നല്ലൊരു സ്പേസ് ഉണ്ട്. 35 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത്. വില നെഗോഷ്യബിളാണ്, കുറച്ച് കിട്ടും കേട്ടോ. മാത്രമല്ല ഈ വിലക്ക് ഇത് നല്ല ലാഭമാണ്. 2000 സ്ക്വയർ ഫീറ്റ് വീടും 7 സെൻറ്റ് സ്ഥലം ഉണ്ടല്ലോ. ഒന്ന് റീപെയിൻറ്റ് ചെയ്യാന്നുള്ള ഒരു ചിലവേ വരുള്ളൂ. അതിപ്പോൾ അത്ര അധികമൊന്നും വരില്ല. ചെറിയൊരു പൈസ കൊണ്ട് ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കിച്ചൺ നമ്മൾ കണ്ടിട്ടില്ല. ഹാളിൽ നിന്ന് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ്. കിച്ചണ് 2 പോർഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്യാസ് ഒക്കെ ചെയ്യാനുള്ള, ഗ്യാസിൽ കുക്ക് ചെയ്യാനുള്ള ഭാഗം നല്ല വലിപ്പമുള്ള കിച്ചണാണ് കേട്ടോ. കിച്ചണിലും അത്യാവശ്യം ഗ്ലാസ് ഡോറ്, റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ നല്ല വലിപ്പമുള്ള ഏരിയയാണ് ഈ കിച്ചൺ. അത് കഴിഞ്ഞാൽ അടുത്ത വർക്ക് ഏരിയ പോലെ വേറൊരു കിച്ചൺ ഇവിടെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണാണ്. ഇവിടെ പാത്രം കഴുകാനൊക്കെ ഉള്ള വലിയൊരു സിങ്ക് പോലത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവർ എക്സ്ട്രാ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു അടുക്കള സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് വിട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭക്ഷണമൊക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഈ വഴി കൊണ്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള സൗകര്യത്തിന്. ഈ വീടിൻ്റെ 2ാമത്തെ കിച്ചണിൽ വിറകടുപ്പ് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിവിടെ ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം അപ്പുറത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വല്ല സാധനങ്ങൾ കൊടുക്കാനൊക്കെ ഇതുണ്ടാവും. ഈ ഒരു കള്ളി ഒഴിച്ചിട്ടിരിക്കുക അവർ. അത് നല്ലൊരു സൗകര്യമാണ്. ഇവിടുന്ന് അപ്പുറത്ത് കൂടെ ചുറ്റി പോകാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാം. ഈ വീടിൻ്റെ തന്നെ പരിസരത്തുള്ള ഒരു BEd കോളേജാണ് കേട്ടോ. അത് ഒറ്റപ്പാലത്തെ ഒരു പ്രസിദ്ധമായ കോളേജാണിത്. ഇതാണ് ഈ വീടിൻ്റെ യഥാർത്ഥ ലുക്ക് കേട്ടോ. ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലുക്ക് വരും. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഇനാബിൾ ചെയ്യുക. ഈ വീട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ പ്രോപ്പർട്ടിയോ കൊടുക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചറിയിക്കൂ. നമുക്ക് വിൽക്കാനുള്ള ശ്രമം ചെയ്യാം. എല്ലാവർക്കും നന്ദി.